നമസ്കാരം. ഇറാനിലേക്ക് ഒരു വലിയ പടയൊരുക്കത്തിനുള്ള സർവ്വസന്നാഹങ്ങളും സജ്ജമാക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കയുടെ കൂടി അന്തിമ അനുമതി ലഭിച്ചാൽ അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇറാനിലേക്ക് ഒരു വലിയ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭീതിയിൽ തന്നെയാണ് പശ്ചിമേഷ്യ. വരാനിരിക്കുന്ന വലിയ ആക്രമണങ്ങളുടെ മുന്നോടിയായി ഇസ്രായേൽ കനത്ത ആക്രമണങ്ങളാണ്, മിസൈൽ വർഷമാണ് ലെബനനിലേക്കും ഗസയിലേക്കും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കാലമായി പശ്ചിമേഷ്യയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതായത് ബന്ദികളെ മുഴുവൻ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഹമാസ് തിരിച്ചു കൊടുത്തതോടെ ഇസ്രായേൽ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കുകയും ഗസയിൽ നിന്ന് പതുക്കെ പിന്തിരിയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലും പണ്ടത്തെ പോലെ അതിരൂക്ഷമായ ആക്രമണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത ഇടപെടലുകളോ ഉണ്ടായിരുന്നില്ല. ഹമാസിൻ്റെ തുരങ്കങ്ങൾ അവസാനിപ്പിക്കണം, അവരുടെ ഗർത്തങ്ങൾ മുഴുവൻ ഇല്ലാതാക്കണം എന്നൊക്കെ ഇസ്രായേലിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും 70% ഗർത്തങ്ങളും ആക്റ്റീവായതിനാൽ തന്നെ ആ ഗർത്തങ്ങളിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടലിന് മുതിർന്നാൽ തിരിച്ചടി ഉണ്ടാകുമോ, ചാവേർ ആക്രമണം ഉണ്ടാകുമോ തുടങ്ങിയ ഭീതിയും ഇസ്രായേലിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെക്കാലമായി വലിയ ആക്രമണ പ്രത്യാക്രമണങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ പശ്ചിമേഷ്യ സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൊടുന്നനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നു എന്ന വാർത്ത വന്നത്. ആ കൂടിക്കാഴ്ചയ്ക്കുണ്ടായിരുന്ന കാരണം നമുക്കറിയാം. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ആണവോർജവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് തങ്ങൾക്ക് ഏത് നിമിഷവും വലിയ ഭീഷണിയാകുമെന്നാണ് ഇസ്രായേലിൻ്റെ വാദം. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് ഇതിൽ നിർണായകമായ തീരുമാനമെടുക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഇറാന് നേരെ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്രമണത്തിലേക്ക് പോവുക എന്നത് വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇറാൻ്റെ പക്കൽ അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകളും അത്യാധുനിക ടെക്നോളജിയുമുണ്ട്. അതാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഘട്ടത്തിൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ, അതിന് അമേരിക്ക കൂട്ടുനിന്നു കഴിഞ്ഞാൽ, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഇറാൻ്റെ റഡാറിൽ വരും. നേരത്തെ നമ്മൾ കണ്ടതാണ്, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. അതിന് അമേരിക്കയുടെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെ അകമ്പടിയും ഉണ്ടായിരുന്നു. അതായത് ആകാശമാർഗമൊന്നും ആ ഇടത്തേക്ക് ആക്രമണം നടത്താൻ കഴിയില്ല, അതിനൊക്കെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു അമേരിക്ക അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ 13 ദിവസം നീണ്ടു നിന്ന തിരിച്ചടികളുടെ തുടർച്ചയായി ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി വീണ്ടും ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് മുതിരുമ്പോൾ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ, വളരെ കൂടുതൽ കരുത്തരായി ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുണ്ടാക്കുന്ന ആഘാതവും വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക പൊടുന്നനെ ഇസ്രായേലിനോട് ഇറാനിലേക്ക് കയറി ആക്രമിക്കാനുള്ള അനുമതി കൊടുക്കുമെന്ന് കരുതാനാകില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചില ആഭ്യന്തര ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചില സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കി എന്നുള്ളതാണ് ആ സൂചന. അപ്പം അങ്ങനെ ആണവായുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അമേരിക്ക നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് പോകില്ല. കാരണം ഇറാനെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ഇറാൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കാൻ ആരുടെയും സഹായവും വേണ്ട, ഇറാനെ പിന്തിരിപ്പിക്കാനും ആർക്കും കഴിയില്ല. അപ്പോൾ ആ നിലയിലുള്ള ഇറാൻ, അവരുടെ പക്കൽ ആണവായുധമുണ്ടെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ ആക്രമണം നടത്തിയാൽ അതിഭയാനകമായി തിരിച്ചടിക്കും. അത് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ US-ൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ ഒരു ചെറിയ തെളിവ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിനൊടുവിൽ ഇറാൻ ആക്രമിച്ചത് അമേരിക്കൻ സൈനിക ബേസുകളെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇറാൻ കൂടുതൽ കരുത്തരായി ആക്രമിച്ചാൽ അത് അമേരിക്കയ്ക്കും നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക വളരെ കരുതലോടുകൂടിയേ ഈ വിഷയത്തിൽ ഇടപെടുകയുള്ളൂ. ഇനി അമേരിക്ക ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ല, യുദ്ധം ചെയ്യരുത്, നമുക്കിപ്പോൾ സമവായത്തിൽ പോകാം, അല്ലെങ്കിൽ ഇറാനുമായി ചർച്ച നടത്താം എന്ന നിലപാടിലേക്ക് പോയാലും ഇസ്രായേൽ അത് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണത്തിനെതിരെ സംസാരിച്ചപ്പോൾ ഇറാൻ പറഞ്ഞത് പോയി പണി നോക്കാനാണ്.
ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ആണവോർജ്ജം ഉൾപ്പെടെയുള്ളവ ഉണ്ടാക്കാനാണ് സൃഷ്ടിക്കാനാണെങ്കിൽ ഞങ്ങൾക്കറിയാം. അതിനിടയിൽ നിങ്ങൾ വരണ്ട എന്ന നിലയിലേക്ക് കൃത്യമായ സന്ദേശം ഇറാൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഇറാൻ്റെ മനസ്സിലുള്ളത് വ്യക്തമാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആണവ സമ്പുഷ്ടീകരണവും ആയുധ നിർമ്മാണവും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ഞങ്ങളുടെ സുരക്ഷയുടെ ഭാഗമാണ്, പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലും ഇതിലൊന്നും ആരും ഇടപെടേണ്ടതില്ല എന്ന നിലയിൽ ഇറാൻ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൂടിയുള്ളൊരു വാർണിംഗ് സിഗ്നലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഇറാൻ അമേരിക്കയെ കൂടി ടാർഗറ്റ് ചെയ്യും. മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ധൈര്യം ഇപ്പോൾ ഇറാനുണ്ട്. കാരണം അവരുടെ ആയുധ ശ്രേണി വളരെയധികം ബൃഹത്തായതാണ്. അതുപോലെ ഈ പറയുന്ന ആണവ ഊർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണവും ആണവായുധ നിർമ്മാണവും ഒക്കെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സൂചനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയുടെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുമായി നടത്തുന്ന ചർച്ചയുടെ ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സൈനിക ബലം വർദ്ധിപ്പിക്കുന്ന ഇറാൻ തങ്ങൾക്കൊരു ഭീഷണിയാണ്, ആ ഭീഷണി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ പ്രതിരോധത്തിൻ്റെ കാര്യമാണ്, ഞങ്ങൾ ഈ വിഷയത്തിൽ ഇതേ നിലപാട് തുടർന്നു പോകുമെന്നാണ്. എന്നാൽ ആലോചിച്ച് നോക്കുക, ഇസ്രായേലിനെ സ്വന്തമായി ഇറാനെ നേരിട്ട് ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെടുത്താനോ ഉള്ള വകുപ്പുകളില്ല. അവർ അമേരിക്കയെ കൂട്ടുപിടിക്കുകയാണ്. ഇതിനു മുമ്പും ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ പെടും എന്നുറപ്പായ സമയങ്ങളിലൊക്കെ അമേരിക്കയെ സഹായത്തിന് വിളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്, ആയുധ ശ്രേണിയാണ്, ഈ പറയുന്ന ചാര സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിലും ഇസ്രായേലിന് അമേരിക്കയുടെ സഹായമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ ദൗർബല്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇസ്രായേൽ ദുർബലമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് ഈ ഊതി വീർപ്പിച്ച ബലൂൺ പോലെയുള്ള ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്രായേൽ വളരെ ദാരുണമായൊരു അവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ഇറാൻ കുറച്ച് ആയുധങ്ങൾ ഉണ്ടാക്കിയാൽ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എങ്കിലും ഇറാനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വലിയ പടയെ ഇസ്രായേൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. അമേരിക്കയുടെ ഈ ക്ലിയറൻസ് കിട്ടിയാൽ ഉടനെ ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. പക്ഷേ അതേസമയം US-നെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച് അവർ കടുത്ത ആശങ്കയിലാണ്, വിറച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം ഇറാൻ്റെ കരുത്ത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ വിവരമില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധം തുടങ്ങി വെച്ചാൽ അത് നിർത്തുക, പിടിച്ചു കെട്ടുക ചിലപ്പോൾ അസാധ്യമായേക്കാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല, അവർ ആക്രമിക്കുമെന്ന് തന്നെ പറയുകയാണ്. ഇറാൻ ആകട്ടെ തീരെ ആശങ്കയില്ലാതെ ഇങ്ങോട്ട് വന്നാൽ അടിച്ച് പൊട്ടിക്കും എന്ന് പറയുകയാണ്. ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധഭീതി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ആശങ്ക രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.